പ്രതികരണ വേദിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നൊടിയിടയിൽ 1000 കൊതുകിനെ കൊന്നൊടുക്കുന്നു. അതാണ് നമ്മളെ പ്രധാനം. ആരോഗ്യത്തിൻ്റെ പ്രശ്നത്തിൽ ഇപ്പോൾ സജീവമായിട്ട് കൊതുക് നശീകരണം ആരംഭിച്ചിരിക്കുകയാണല്ലോ. സാധാരണ ടയറിൻ്റെ ഉള്ളിലും ചിരട്ടയുടെ ഉള്ളിലും പിന്നെ ചെറിയ ചെറിയ തൊണ്ടുകളുടെ ഉള്ളിലൊക്കെ ഉള്ള കൊതുകുകളെ അവിടെ ഒന്നും വെള്ളം നിലനിർത്താൻ പാടില്ല എന്നത് കൊതുകുകളെ നശിപ്പിക്കണമെന്നുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ട അതുപോലത്തെ ഒരു ഡവറ, അതിൽ കുറച്ച് വെള്ളം ശേഖരിക്കുക. ആ വെള്ളം നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടുകൊണ്ടിരിക്കണം. സാധാരണ കാക്കകളും പക്ഷികളൊക്കെ അതിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനുവേണ്ടിയാണ് വെച്ചിരുന്നത്. അതൊരാഴ്ച കഴിയുമ്പോൾ, ഒരാഴ്ച വേണ്ട 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നിറം മാറി പച്ച കളറായി വരും. പച്ച നിറം. അപ്പോൾ ഒരു പച്ചവെള്ളം എന്നുള്ള ഒരു രൂപത്തിൽ വരും. കുളത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ കാണാറുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തെളിഞ്ഞ വെള്ളം ഇപ്പോൾ നിങ്ങളിതിൽ കണ്ടത്, അത് പച്ചാതിന് മുമ്പ് തന്നെ ഇങ്ങനെ കൊതുക് വന്ന് മുട്ടയിടും. അതിൽ കൊതുക് മുട്ടയിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഈ കൊതുകിൻ്റെ കൂത്താടിയായി മാറും. ആ കൂത്താടികൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കൂത്താടികളെ മൊത്തം അങ്ങ് ഒഴിച്ചേക്കുക. വീണ്ടും അതിൽ വെള്ളം നിറച്ചേക്കുക. കൂത്താടികൾ മുഴുവനും നശിച്ചിരിക്കും. വീണ്ടും അതിൽ വെള്ളം നിറച്ചേക്കുക. വീണ്ടും അതിങ്ങനെ തന്നെ ഒരു റൊട്ടേറ്റ് ചെയ്തിങ്ങനെ വീണ്ടും ഒന്നിങ്ങനെ സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും. അതായത് ആഴ്ചയിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ പിന്നെ കൊതുക് ഉണ്ടാവില്ല. ഈ വെള്ളം കാണുന്നിടത്തേക്ക് മാത്രമേ കൊതുക് വന്നിട്ട് മുട്ടയിടുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ഈ ഹോട്ടലിലൊക്കെ ഗ്ലാസ്സൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നതായിട്ട് കുറച്ച് വലുത് ഒന്ന് വാങ്ങിയാൽ വളരെ സുഖമായി. അവർ ഗ്ലാസ് ഉപയോഗിക്കുന്നതായിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു 4 ദിവസം ഇങ്ങനെ നമ്മൾ വെള്ളം വെച്ചാൽ അപ്പോഴേക്ക് തന്നെ ഈ കുത്താടികൾ വന്ന് ഇതിൽ മുട്ടയിടും. അപ്പം വീണ്ടും ഉപയോഗിക്കുക. വീണ്ടും ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്താൽ ആ ഭാഗത്തോട് തന്നെ കൊതുക് തീരെ ഉണ്ടാവില്ല. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. പക്ഷേ ഇതിൽ നമ്മുടെ നെയ്യത്ത്, അതായത് നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായി നെയ്യത്ത് കണ്ടത് കൊതുക് നശീകരണം മാത്രമേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാവൂ. അല്ലെങ്കിൽ ഈ കൂത്താളിയെ നശിപ്പിക്കുന്നതും ഒരു പാവമായിട്ട് വരും. അതുകൊണ്ട് ഇത്രയും ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ട് പറയാം. ഇത് നിങ്ങളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു.